ആ കുട്ടിയുടെ ഷോൾഡറിൽ എന്തോ തയ്യലിൻ്റെ എന്തോ പ്രശ്നം വന്നപ്പോൾ അത് തയ്ക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലും പീഡന കേസ് എടുക്കാൻ പറ്റില്ല. ആ പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള നായികയായി നിൽക്കേണ്ടത് ആ നടിയല്ലേ. എറണാകുളത്തുള്ള കൂതറ പിള്ളേർ ക്യാമറയും കൊണ്ട് വെച്ചുകൊണ്ട് അവൻ്റെ കുഴയുമ്പോൾ അവൻ അതുപോലെ കുഴയും. പിന്നെ ഈ ലഹരി എന്ന് പറഞ്ഞാലേ മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ ഇവിടെ ലഹരി ഉണ്ടെന്നേ ഞാൻ കേട്ടെ. വയലാർ രാമവർമ്മ എത്ര വയസ്സിലാണ് മരിച്ചത്? 40 കീ ഒരു ബക്കറ്റിലിട്ടിട്ട് കുലുക്കിയിട്ട് ഭാഗ്യമുള്ളവനെടുക്കാം, ഭാഗ്യക്കേടുള്ളവനെ എടുക്കുന്ന കീ ഭാര്യയുടെ റൂം തന്നെ ആയിരിക്കും. ഏറ്റവും അടുത്ത് മലയാള സിനിമ 4 എണ്ണം ചാവും, 4 നായകന്മാർ ചാവും. 4ഉം ഈ സിന്തറ്റിക് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. എല്ല്, പല്ല്, പുല്ല് എല്ലാം ദ്രവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ധ്യാനത് ലഹരി ഉപയോഗം സമൂഹത്തെ മുഴുവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ യുവജനങ്ങളിൽ 90% ലഹരിക്ക് അടിമയായി കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത ദിവസം ദിവസം പുറത്തു വരുന്നുണ്ട്. ഇത് ആദ്യഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്നത് സിനിമാ മേഖലയിലെ ലഹരിയെക്കുറിച്ചാണ്. ഏതായാലും സിനിമാ മേഖലയിലും വലിയ തോതിൽ ലഹരിയുടെ വിപണനവും വ്യാപനവും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്നും ഒരു നടനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് എത്താതെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇന്ന് ഷൈൻ ടോം ചാക്കോയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള നടൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സിനിമാ രംഗത്തെ കാര്യങ്ങൾ, സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തെ പറ്റി തടയാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടാവും, ഇതൊക്കെ നമുക്കൊന്നറിയാം. ചലച്ചിത്ര സംവിധായകൻ ശാന്തിവിള ദിനേശ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോടൊന്ന് ചോദിച്ചറിയാം. ചേട്ടാ, ഈ ഷൈൻ ടോം ചാക്കോ നേരത്തെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയതാണ്. ഇന്നിപ്പോൾ ഒരു സ്ത്രീ വിഷയമുണ്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുമാണോ എന്നറിയില്ല. ഏതായാലും ഡാൻസ് ഓഫ് ടീമിനെ കണ്ടപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിനിമയിലെ ലഹരി ഉപയോഗം എത്രത്തോളം ഉണ്ട്, ഇതെന്തുകൊണ്ടാണ് കൺട്രോൾഡ് ആക്കാൻ പറ്റാത്തത്? സ്ത്രീ വിഷയമായിട്ട് അയാളെ ബന്ധപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അല്ല, ഈ സ്ത്രീ ഒരു അത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് സ്ത്രീ വിഷയമല്ല. അവർ നടി നിൽക്കുന്ന ലൊക്കേഷനിൽ അവൻ എന്തോ വെള്ളപ്പൊടി വായും തുപ്പി. വെള്ളപ്പൊടി ഞാൻ കണ്ടിട്ടുള്ള ജോസ് പ്രകാശും ഭരതൻ്റെ പടത്തിലും ജോസ് പ്രകാശും വില്ലന്മാരും ഒക്കെ ഇങ്ങനെ കാക്കണേന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. അത് മൂക്കിനകത്ത് കയറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇത് വാക്കിനകത്ത് കയറ്റുമെന്ന് പോകണം അറിയണേ. അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വേണം വല്ല കൂവപ്പൊടിയോ ഗ്ലൂക്കോസോ വല്ലതും എവൻ ഫിറ്റായപ്പോഴേ കൂടെ നടക്കണവന്മാർ ഇത് ഭയങ്കര വിലയല്ലേ ഇതിന്. 50 ഗ്രാമൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം. അപ്പോൾ വല്ല കൂവപ്പൊടി നല്ല കൂവപ്പൊടി വാങ്ങിക്കണമെങ്കിൽ 1200 രൂപയാണ് 1 കിലോ. ഞാൻ വാങ്ങാറുള്ളതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഗ്ലൂക്കോസോ എന്തോ വായിക്ക് തട്ടിയതായിരിക്കാം. ആ വായിന്ന് അയാൾ ചുമച്ചപ്പോൾ കുറച്ച് വെള്ളപ്പൊടി പുറത്തു വന്നെന്ന് പറഞ്ഞാൽ അയാളെ പേര് കേസെടുക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ ആ കുട്ടി പറയുന്ന വേറൊരു പരാതി, ആ കുട്ടിയുടെ ഷോൾഡറിൽ എന്തോ തയ്യലിൻ്റെ എന്തോ പ്രശ്നം വന്നപ്പോൾ അത് തയ്ക്കാനായിട്ട് പോയപ്പോൾ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലും പീഡന കേസെടുക്കാൻ പറ്റില്ല. അതൊന്നും ഇതിലൊരു വിഷയമല്ലെന്നേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ട് യാതൊരു പള്ളിയുടെ ഒരു പൊതുയോഗത്തിൽ പോയി എന്നാണ് ഇത് കുമ്പസരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഇങ്ങനെ അപ്പോൾ ലൊക്കേഷനിൽ പോലീസിനെ വരുത്തണ്ടേ? ഈ വെള്ളപ്പൊടി കക്കിയപ്പോഴേ അപ്പോൾ വിളിച്ചു വരുത്തണമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത ഷോട്ടിൽ അഭിനയിക്കണമെങ്കിൽ പോലീസ് വരണം എന്ന് ആ കുട്ടി പറയണ്ടേ. അതിന് പകരം മാസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന് അവരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ കയറി 10 കയ്യടി കിട്ടാൻ വേണ്ടി പ്രസംഗിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് കരുതി ഞാൻ കുട്ടിയെ തള്ളിപ്പറയല്ല. ഈ വിഷയം കൊണ്ട് സത്യത്തിൽ നഷ്ടം വരാൻ പോകുന്ന ആ കുട്ടിക്കാണ്. കാരണം ഈ പൊടിയൊരിയന്മാരുടെ ഒരു പടത്തിലും ഇനി ആ കുട്ടിയെ വിളിക്കില്ല. ഇപ്പം ഞാൻ അന്വേഷിച്ചിട്ടുള്ള, ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ ഒരു നടിയെ ആക്രമിച്ച ഒരു കേസുണ്ടല്ലോ. നടിക്ക് നിർമ്മാതാക്കളും ടെക്നീഷ്യന്മാരും നടീനടന്മാരും എല്ലാവരും കൂടെ കൊടുത്ത നിർലോഭമായ ഒരു പിന്തുണ കാണണമായിരുന്നു. ആ പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും തിരക്കുള്ള നായികയായി നിൽക്കേണ്ടത് ആ നടിയല്ലേ. അവർക്ക് 5 വർഷം കൂടുമ്പോൾ പോലും ഇപ്പോൾ ഒരു പടമില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ കൂടെ നടക്കുന്നു എന്ന് പറഞ്ഞവന്മാർ ഇതിനെ കോൺട്ര ചെയ്തളെ ഒതുകളെ ഈ തുറന്നു പറച്ചിൽ അവർക്ക് മാത്രമേ ദോഷം വരും. നല്ല നടിയാണ് അവർ. സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിച്ച, മികച്ച നടിക്കുള്ള അവാർഡൊക്കെ വാങ്ങിച്ച നല്ല നടിയാണ്. പക്ഷേ ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടെങ്കിൽ അത് ആ നടിക്ക് മാത്രമായിരിക്കും. അവർ ബോധവതിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ ന്യായീകരിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ അയാൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഒരുപാട് പ്ലസ് പോയിൻറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. റീസണബിളായ ശമ്പളമേ ഉള്ളൂ, കോടികളൊന്നും ചോദിക്കില്ല. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ സിനിമ അല്ലാതെ വേറെ ഒരൊറ്റ ചിന്തയില്ല. സംവിധായകൻ്റെ മേൽ കുതിര കയറില്ല. സെറ്റിൽ വലിച്ചും കൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കില്ല. കൃത്യമായി സെറ്റിൽ ഇടപെടുന്ന ഒരാളാണ്, അല്ലാതെ ഒരു തല്ലിപ്പൊളിയല്ല. പിന്നെ ഈ എറണാകുളത്തുള്ള കൂതറ പിള്ളേർ ക്യാമറയും കൊണ്ട് വെച്ചുകൊണ്ട് അവൻ്റെ കുഴയുമ്പോൾ അവൻ അതുപോലെ കുഴയും. അതായത് ഞാൻ പറയുന്നത് ഈ കുഴയാൻ പോണ കൂതറകളുടെ കുഴപ്പമാണ്. അപ്പോൾ അവരുടെ നിലവാരത്തിലേക്ക് അവൻ താഴും. അപ്പോൾ അത് നമ്മൾ കാണാതിരുന്നാൽ മതി. ഞാൻ കാണാറില്ല. അതൊരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. അത് അങ്ങനെ വിചാരിച്ചാൽ മതി. കാരണം ഈ ചോദ്യം ചോദിക്കാൻ ചെന്നിരിക്കുന്നുള്ളൂ കുഴയുന്ന കണ്ടാൽ ആരായാലും വീണു പോകുന്നേ.
അത് ശരിക്കും അങ്ങനെ ഒരു സാധാരണഗതിയിൽ എൻ്റർടൈൻമെൻ്റ് ആണ്, അതുകൊണ്ടായിരിക്കും കുറച്ച് ഫ്ലെക്സിബിളായി ചോദ്യം ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പത്രസമ്മേളനത്തിന് പോയാലേ പത്രക്കാരിയായിട്ട് പോയാൽ പത്രക്കാരിയായിരിക്കണം. അവിടെ ചെന്നിരുന്ന് കാണുന്നവന് ഞരമ്പളവാനായിട്ട് ഒരാൾ കൊഞ്ചി വർത്താനം പറഞ്ഞത് ശരിയല്ല എന്ന പക്ഷക്കാരനാണ്. അത് ആരോടും ചെയ്യുന്നത് ശരിയല്ലെന്ന പക്ഷക്കാരിയാണ് ഞാൻ. പക്ഷേ ഇവിടെ നമുക്കത് വ്യത്യാസമുണ്ട്. അത് ലൈറ്റായ വിഷയങ്ങളാണല്ലോ, സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും. സിനിമ ലൈറ്റ് വിഷയമല്ല, അല്ല, രണ്ടുമുണ്ട്. ഒന്ന് സിനിമ സീരിയസ് ആയി എടുക്കുന്ന ഇതുമുണ്ട്, എന്റർടൈൻമെന്റിന് വേണ്ടി സിനിമ പ്രൊമോഷനൊക്കെ വരുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ്. എന്നിട്ട് പിന്നെ അവൻ്റെ പുറത്ത് കുതിര കയറല്ലെന്നേ. ഈ ഇങ്ങനെയൊക്കെ ചോദിച്ച് കുഴഞ്ഞാടിയിട്ട് അവൻ മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ അവൻ്റെ അല്ല, അവനെ വിനായകനെ ഒക്കെ ചെയ്യുന്നത് അതാണ്. അവനോട് ഇക്കിളി ചോദ്യങ്ങൾ ചോദിച്ച് ഇത് മാത്രമല്ലല്ലോ. അല്ല, നിങ്ങൾ പത്രക്കാർ പോയി ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ചാണ് പറയണത്. നിങ്ങൾ ഇക്കിളി ചോദ്യങ്ങൾ ചോദിച്ച് അവൻ ഇക്കിളിയാക്കിയിട്ട് എന്നെ ഇക്കിളിയാക്കിയെന്ന് വിളിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ നടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ലഹരി എന്ന് പറഞ്ഞാലേ, മലയാള സിനിമ ഉണ്ടായ കാലം മുതൽ ഇവിടെ ലഹരി ഉണ്ടെന്നേ ഞാൻ കേട്ടെ. വയലാർ രാമവർമ്മ എത്ര വയസ്സിലാണ് മരിച്ചേ? എത്ര കാലം നമുക്ക് എത്ര മനോഹരമായ പാട്ടുകൾ എഴുതി. ആ ലഹരിയും ഈ ലഹരിയും തമ്മിൽ വ്യത്യാസം. ലഹരിയല്ല, ലഹരി എന്നെ. ഇതിപ്പോൾ പൈസയുടെ കൊഴുപ്പ് വന്നപ്പോൾ പൈസയുടെ കൊഴുപ്പ് വരികയും കാലം മാറുകയും AK ആന്റണി പോലെ ബുദ്ധിശൂന്യനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ കള്ളും ചാരായവും നിരോധിച്ചത് മുതലാണ് കഞ്ചാവ് മുതലുള്ള ലഹരികളിലേക്ക്, സിന്തറ്റിക് ലഹരികളിലേക്ക് കേരളം മാറുന്നത്. ഞാൻ പറയുന്നത് ഈ കള്ളും, അല്ലെങ്കിൽ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ആളുമല്ല, ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ട് തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ലാത്ത ആളാണ്. പക്ഷേ കള്ളും മറ്റുള്ള സാധനങ്ങളുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കള്ളും മറ്റേ പട്ടച്ചാരയൊക്കെ അതും അതുപോലെ ഈ വിസ്കി ബ്രാൻഡി അങ്ങനത്തെ സാധനങ്ങളൊന്നും. അപ്പം അത് പ്രജ്ഞയെ നശിപ്പിക്കില്ല. പക്ഷെ രാസലഹരികൾ അന്ന് സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിക്ക് ആ പ്രജ്ഞ വേണ്ടേ? അയാൾ കേരളത്തിലെ മുഴുവൻ കള്ള് ഷാപ്പും ചാരായ ഷാപ്പും അടച്ചു പൂട്ടിയപ്പോൾ ഈ ലഹരി വേണമെന്ന് മാത്രം വാശി പിടിക്കുന്ന ജനത എന്ത് ചെയ്യും? അവർ വേറൊരു വഴി തേടിപ്പോയി. അപ്പോൾ ആണ് കിട്ടുന്നത് ഈ ഇടുക്കി ഗോൾഡും കുന്തവും. അതൊരു പുരോഗമനം, അതായത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് അതിലൊരു പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയം. പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ഇപ്പം ബെന്യാമിൻ കഞ്ചാവ് വലിച്ചിട്ടാണോ ആടുജീവിതം? അല്ല, അങ്ങനല്ല. ആരെയാ പറയണത്? ബെന്യാമിനെ അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പുരോഗമനത്തിന്റെ ഭാഗം സ്ത്രീകളെ വിപ്ലവ ചിന്തനീയമായ ഒരുപാട് കവിതകൾ എഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ലഹരിയുടെ ആളായിരുന്നു. ഇന്ന് അദ്ദേഹത്തെ പോലെ മാന്യനായ ഒരാളുണ്ട്. അയാൾ ലഹരി അപകടമാണെന്ന് മനസ്സിലായപ്പോൾ അവിടെ അവസാനിപ്പിച്ച ആളാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. നിങ്ങൾ പിന്നെ ആരെയാ പറയണേ? ഞാൻ എഴുത്തുകാരല്ല പറയുന്നത്. ഞാൻ പറയുന്നത് പൊതുവിൽ സ്ത്രീകളാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകൾ ഒരുപാട് പേർ ഞാൻ കാണുന്നതിൽ 90% സ്ത്രീകളും ഇപ്പോൾ പലതരത്തിലുള്ള, ഒന്നീ കള്ള്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് സോഷ്യൽ ഡ്രിങ്കിങ്ങിൻ്റെ ഭാഗമായോ, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നോ മദ്യപിക്കുന്നവർ, അതിന് മദ്യപാനവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പുരുഷന് ചെയ്യാമെങ്കിൽ സ്ത്രീകൾക്കും ചെയ്യാമെന്ന രീതിയിൽ അത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ ഹീനമായ ഇവിടുത്തെ വലിയ തമ്പ്രാക്കന്മാരുടെ ക്ലബ്ബുകളിൽ 40 റൂം ഉണ്ടെങ്കിൽ 40 റൂമിൻ്റെ കീ ഒരു പാത്രത്തിൽ ഇടും. 40 റൂമുകളിൽ 40 ഭാര്യമാരെ അടയ്ക്കും. എന്നിട്ട് ഇതിൽ ഓരോ കീ ഓരോരുത്തരെടുക്കും. ഞാൻ ഇപ്പോൾ 18 എടുത്തു. 18 തുറക്കുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തായ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യയായ ആണ് ആ റൂമിലുണ്ടെങ്കിൽ അവളുമായിട്ടാണ് ശാരീരിക ബന്ധം. അതിനേക്കാളും അലവലാകത്തിനും കാണിക്കാനുണ്ടോ? എന്നിട്ട് അവർ ഭാര്യയും ഭർത്താവുമായിട്ടല്ലേ വീട്ടിൽ പോകാനുള്ളത്. 40 കീ ഒരു ബക്കറ്റിലിട്ടിട്ട് കുലുക്കിയിട്ട് ഭാഗ്യമുള്ളവനെടുക്കാം. ഭാഗ്യക്കേടുള്ളവനെ എടുക്കുന്ന കീ ഭാര്യയുടെ റൂം തന്നെ ആയിരിക്കും. എന്തൊരു മോശമായിരിക്കും അല്ലേ? ഇതൊക്കെ ഇവിടെ ബമ്പന്മാരുടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് നമ്മളതൊന്നും അറിയുന്നില്ല. നമ്മൾ ഈ ഷൈൻ ടോൺ ചാക്കയുടെ ഈ പൊടിവലിയും കഞ്ചാവ് വലിയൊക്കെ നമ്മൾ അറിയുന്നുള്ളൂ. അല്ല, അതിനെ അങ്ങനെ ലൈറ്റാക്കി കാണേണ്ട വിഷയം. ലൈറ്റായില്ലോ. കേരളത്തിൽ ഇപ്പോൾ 1,00,000 എത്ര പേരിൽ കേസെടുത്തു. അതെ, ഇത് ഞാൻ ലൈറ്റായിട്ട് പോലല്ല കാണണം. കാരണം എന്താ പറയുക, ഞാൻ ജീവിതത്തിൽ ഈ പറയുന്ന ഒരു ലഹരി ഉപയോഗിക്കാത്ത, വായന അല്ലാതെ എനിക്ക് വേറെ ഒരു ലഹരിയും ഇല്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. എൻ്റെ മകനും അവനെ ഞാൻ ഈ അടുത്ത കാലത്ത് കാനഡയിൽ അയക്കാൻ തീരുമാനിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, അച്ഛനേക്കാൾ മോശമായി എന്നെ വളർത്തി, ഞാൻ എങ്ങനെ അവിടെ പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഞെട്ടി, ഞാൻ എന്താ മോശമായിട്ട് വളർത്തിയത്? അച്ഛൻ അവിടെ -5 തണുപ്പ്, പുക വലിക്കാത്ത മദ്യപിക്കാത്ത ഞാൻ അവിടെ പോയാൽ ചത്തുപോകും, ഞാൻ പോകില്ല. മനസ്സിലായ? ഭാഗ്യം കൊണ്ടായിരിക്കും എൻ്റെ. കാരണം ഒരുപാട് പ്രാക്കുകൾ കേൾക്കുന്നവനാണെങ്കിലും ഇതൊന്നും ഭരിക്കാത്തത് എൻ്റെ മകൻ എന്നെക്കാൾ മാന്യനായി ജീവിക്കുന്നവനാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ച് വലിയ വലിയ വാർത്തകളാണെങ്കിൽ ഇന്ന് TV ഞാൻ വയ്ക്കില്ല. കാരണം രാവിലെ തൊട്ട് രാത്രി വരെ ഇന്ന് ഇതായിരിക്കും ചർച്ച. ഷൈൻ ടോൺ ചാക്കോ എന്തിന് ചാടി, അതൊക്കെ ആയിരിക്കും അന്വേഷിക്കുന്നത്. ഷൈൻ ടോൺ ചാക്കോ നമ്മുടെ മമതാ മോഹൻദാസിൻ്റെ ആദ്യ അവരുടെ ഭർത്താവ് ഡൈവേഴ്സ് ചെയ്ത ഭർത്താവിൻ്റെ ഹോട്ടലാണ് ഞാൻ താമസിച്ചിട്ടുള്ള കൊച്ചിൻ ടവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പേര് മാറി വേദാന്ത എന്നാണ്. വേദാന്തയിലെ 3ാമത്തെ നിലയിൽ നിന്നും 2ാമത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഷീറ്റിലേക്ക് ചാടുക, അവിടെ നിന്ന് പൂളിലേക്ക് ചാടുക, എന്നിട്ട് നീക്കാവുന്ന കഥവ് തുറന്നിട്ട് പടിക്കെട്ട് വഴി ഇറങ്ങി ഓടുക. ഒരു നടനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു നാണക്കേടെന്ന് അരച്ച് നോക്കി. പക്ഷേ അവന്
ആ മുറിയിലിരുന്നവൻ എങ്ങനെ ഈ പോലീസിൻ്റെ വിവരം കിട്ടി? ഇപ്പോൾ പറയാം അതിൻ്റെ അല്ല അവൻ്റെ തള്ള പറഞ്ഞിട്ടില്ലേ, അവൻ ഡോറിൽ കൂടെ നോക്കി അവൻ കണ്ടെന്ന് ഡാൻസ് ഓഫ് വന്ന് വിളിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ തള്ളമാരും തന്തമാരുമാണ് ആദ്യം തിരുത്താനുള്ളത്. ഇവന് വേറൊരു ലഹരി കേസിൽ, കൊക്കൈൻ കേസിൽ, കേരളത്തിലെ ആദ്യത്തെ കേസാണ്. അതിൽ നിന്ന് അവനെ പോലീസുകാരന്മാരുടെ മണ്ടത്തരം കൊണ്ട് വെറുതെ വിട്ടു. ആ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ പോലീസുകാർ കൃത്യമായി കളിച്ചു. ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ ഇത് മുഴുവൻ പോലീസുകാരുടെ കഴിവുകേടാണ്. അവൻ രക്ഷപ്പെടണം. അവൻ്റെ തന്ത പറയുക, നാട്ടുകാർ മുഴുവൻ എൻ്റെ മകനെ സംശയിച്ചു. ഇതുപോലെ പച്ചപ്പാവമായ ഒരു മകനുണ്ടോ എന്നാണ് അയാൾ ചോദിച്ചത്. ഇന്ന് തള്ളയൊക്കെയാണ്. അവൻ്റെ മുറിയിൽ നിന്ന് വല്ലതും കിട്ടില്ല എന്ന് തള്ളയ്ക്കറിയാം. ഈ തള്ളയും തന്തയൊക്കെയാണ് ഇങ്ങനെയുള്ള പയ്യന്മാരെ വഴിതെറ്റിക്കുന്നത്. ഇത് ലഹരി, ഞാൻ പറഞ്ഞില്ലേ, ലഹരി യുവാക്കളുടെ ഇടയിൽ മാത്രമല്ലല്ലോ, സിനിമയിലും പാർട്ട കിളവന്മാർ ലഹരി ഉപയോഗിച്ചിരുന്ന കഥ എനിക്ക് ഒരുപാട് അറിയാം. പ്രശസ്തരായ സംവിധായകരെ പോലുള്ളവർ. പക്ഷെ അവർ ആദ്യം കണ്ടിരുന്ന സിനിമയാണ്. സെക്കൻഡറി ആയിട്ട് പെണ്ണിനെയും ലഹരിയൊക്കെ കണ്ടുള്ളൂ. ഇപ്പോൾ തിരിഞ്ഞുപോയി. ആദ്യം ലഹരി, സമയം കിട്ടിയാൽ സിനിമ. അതാണ് ഇത് പറ്റി. പിന്നെ എന്താ അറിയോ, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ഒരു ക്ലീഷയാണ്. ഒരു 10-15 പടത്തിനാണ് നസീർ സാർ 1 ലക്ഷം രൂപ വാങ്ങിച്ചത്. ഇപ്പോൾ ഒരു പടം കഴിഞ്ഞാൽ 1 കോടി രൂപയാണ് വാങ്ങിക്കുന്നത്. ഈ എല്ല് കുത്തും, മനസ്സിലായില്ലേ? ഷൈൻ ടോം ചാക്കയുടെ ഫ്ലാഷ് ബാക്ക് എടുത്ത് നോക്കൂ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത. പക്ഷെ അവിടെ നിന്ന് കോടികൾ കയ്യിൽ വരുമ്പോഴേ, എന്നാൽ ഈ ഷൈൻ ടോം ചാക്ക കോടികൾ വാങ്ങിക്കുന്നവനുമല്ല, വളരെ റീസണബിളായി കാശ് വാങ്ങുന്ന ഒരാളാണ്, കൃത്യമായി സെറ്റ് വരുന്ന ഒരാളാണ്. പക്ഷേ അവൻ ലഹരിപ്പെട്ടു പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വേറൊരുത്തം നടക്കണില്ല, എന്തോ ശ്രീനാഥ് ബാസി, ഇങ്ങനെ കുറേ എണ്ണം. ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഒരു അറിവ് അനുസരിച്ചാണെങ്കിൽ ഏറ്റവും അടുത്ത് മലയാള സിനിമയിൽ 4 എണ്ണം ചാവും. 4 നായകന്മാർ ചാവും. 4ഉം ഈ സിന്തറ്റിക് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. എല്ല്, പല്ല്, പുല്ല് എല്ലാം ദ്രവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാശിൻ്റെ കൊഴുപ്പ് കൊണ്ട് മാത്രം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മളിവിടെ 74 വയസ്സായ മമ്മൂട്ടിക്ക് പനി വന്നാൽ 25 എപ്പിസോഡാണ് ഓരോ ചാനലിൽ. മമ്മൂട്ടി രോഗബാധിതൻ, അമേരിക്കയിലേക്ക് പോകുന്നു, മറ്റേ ചെയ്യുന്നു, മറിച്ച് ചെയ്യുന്നു. 74 വയസ്സുള്ള അയാൾ മാന്യനായിട്ടാണ് ജീവിച്ചത്, മനസ്സിലായോ? അപ്പോൾ അയാൾ 74 വയസ്സായ കൊണ്ടും കുടച്ചക്രമൊക്കെയാണ് അകത്തിരിക്കുന്നത്. ഇനി എത്ര മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ, എത്ര 1000 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ കുടച്ചക്രമൊക്കെ 74 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അയാൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാം. തീർച്ചയായും അയാൾ മാസാമാസം ആൾ ബോഡി ചെക്ക് ചെയ്യുന്ന മനുഷ്യനായിട്ട് ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് പോയി. പക്ഷേ ചെറിയ എന്തോ ഒരു അസുഖം വന്നു, അതിനിവിടെ ആഘോഷമാക്കുന്നു. പക്ഷേ ഈ പല്ലും എല്ലും പുല്ലും ഒക്കെ പോണവന്മാരെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. നോക്കിയോ, സമീപഭാവിയിൽ 3-4 എണ്ണം ചാവും. കാരണം ആ കാലത്തിൽ ചത്തുപോകും ഇതൊക്കെ നായകൻ നടന്മാർ. പിന്നെ ഉറപ്പായിട്ടും ഇത് ഉപയോഗിക്കുന്നവന്മാർ. ആരൊക്കെയെന്ന് പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് പറയുന്നില്ല. എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഒരുത്തൻ്റെ എല്ലും പല്ലും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്, എല്ലാം പൊടിഞ്ഞു പറഞ്ഞിരിക്കുന്ന പറഞ്ഞത്. എല്ലാം പോയി ഇന്ന് ഈ സിന്തറ്റിക് ഉപയോഗിച്ച്. പിന്നെ കോടികളുള്ളതുകൊണ്ട് അവർ പിടിച്ച് നിൽക്കും കുറച്ച് കാലം. അത് കഴിയുമ്പോൾ അങ്ങ് പോകും. ആർക്കും ഗുണമില്ലാതെ അങ്ങ് പോകും. മലയാള സിനിമയ്ക്കായിരിക്കും അത് നഷ്ടം. ഈ സിനിമ നമ്മളിപ്പോൾ നടന്മാർ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു ഉറവിടം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. സിനിമയിലേക്ക് ഇപ്പം തന്നെ ഷൈൻ ടോം ചാക്കയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേര് പറഞ്ഞൊരു സ്ത്രീയെ കണ്ടില്ല. അതെ അതെ. അപ്പോൾ അവൻ പറഞ്ഞിട്ടില്ലേ, ശ്രീനാഥ് ബാസി പറഞ്ഞിട്ടില്ലേ, എന്നെ ഫോണിൽ വിളിച്ചിരുന്നു, ആരാധിക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എൻ്റെ കേട്ട് കഞ്ചാവ് വേണമെന്ന്. ആരെങ്കിലും എന്നെ വിളിച്ച് കഞ്ചാവ് വേണമെന്ന് കേൾക്കുമോ? കഞ്ചാവ് ആവശ്യമുള്ളവരേ ചോദിക്കുള്ളൂ ഇല്ലേ? അവൻ പറഞ്ഞു എനിക്കറിഞ്ഞൊന്നും കൂടാന്ന്. വാ തുറന്ന ആ പയ്യൻ കള്ളമല്ലാതെ പറയില്ല. അവനെ എത്ര നാണമുണ്ടെങ്കിൽ അവനെ എത്ര നടപടി എടുത്തെന്ന് ആലോചിക്കുക. സിനിമാ രംഗം നാണമുണ്ടെങ്കിൽ തിരുത്തണ്ടേ? അപ്പോൾ എന്നെ തല്ലണ്ട അമ്മാവാൻ, ഞാൻ നന്നാവില്ല, ഞാൻ ചാവാൻ റെഡിയായിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? ഇവനെയൊക്കെ ഒഴിവാക്കി അങ്ങ് വിടണമെന്നേ. പക്ഷേ ഇവൻ്റെ അച്ഛന്മാരാണ് മറ്റേ പ്രൊഡ്യൂസർമാരും നിർമ്മാതാക്കളും സംവിധായകരും എന്നൊക്കെ പറഞ്ഞ് നടക്കണവന്മാർ. ഇവൻ്റെ ഗ്യാങ്ങിലുള്ളവന്മാരായിരിക്കുമല്ലോ. അവന്മാരെ അവനെ വെച്ച് വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വലിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. രാത്രി സീൻ പകലെടുക്കാം, പകലത്തെ സീൻ രാത്രി എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേറൊരു പയ്യൻ പറഞ്ഞായിരുന്നു, പകലെടുക്കാനുള്ള സീൻ രാത്രി 12 മണിക്ക് വരാമെന്ന്. പക്ഷേ ഇവനെയൊക്കെ വെച്ച് സിനിമ എടുക്കാനാണ് ആളുള്ളത്. ഇതൊന്നും വേണ്ട എന്ന് പറയുന്നവരെ ആവശ്യമില്ല ഇവിടെ. അതാണ് പ്രശ്നം. എന്നാൽ അതിനിടയിൽ ഞാൻ കേൾക്കട്ടെ, അതിനിടയിൽ എത്രയോ മാന്യമായ ചെറുപ്പക്കാർ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ടില്ലേ? നമ്മൾ അടച്ചാക്ഷേപിച്ച് പറയാൻ പാടില്ല. നല്ല പിള്ളേർ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ഒരുപാട് നല്ല കുട്ടികന്മാരുണ്ട്. ഇപ്പം തന്നെ വിനീത് ശ്രീനിവാസനെ കുറിച്ച് ആരും അങ്ങനെ പറയില്ല. എന്നാൽ ധ്യാൻ പറഞ്ഞ കേട്ടോ, ഞാൻ ലഹരിയൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ധ്യാൻ അത് ശ്രീനിവാസന്റെ മോനായോണ്ട് അവൻ തിരിച്ചു. അവന് മനസ്സിലായി ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന ആ കാലത്തിൽ ചത്തുപോകല്ലാതെ ഒരു ഗുണം ഉണ്ടാവില്ല എന്നുണ്ടപ്പോൾ അവൻ നിർത്തി. അപ്പോൾ അങ്ങനെയുള്ള നല്ല പിള്ളേരുണ്ടെന്നേ ഒരുപാട് പേരുണ്ട്. നമ്മൾ പേരെടുത്ത് ഒന്നൊന്നായിട്ട് പറയണ്ട ഒരുപാട് പേര്. ഉണ്ണിമൂന്തൻ. പിന്നെ ഈ ഉണ്ണിമൂന്തനെ ഞാൻ ആ പ്ലസ് പോയിന്റിൽ കയറ്റില്ല കേട്ടോ. കാരണം ക്രിപ്റ്റോ കറൻസി, പെണ്ണുപിടി ഇതൊക്കെ ഉള്ളതുകൊണ്ടേ അത് ആയിട്ടൊന്നും ഞാൻ എടുക്കില്ല. അതൊക്കെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് പിടിക്കുന്നു കണ്ടപ്പോഴാണ് ചാടി രാജ്യസ്നേഹിയായത്. അതുകൊണ്ട് ഞാൻ ആയിട്ട് എടുക്കില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ പ്രണവ് എന്ന് പറഞ്ഞ് മോഹൻലാലിന് ആരെങ്കിലും ആ പയ്യനെ കുറിച്ച്
എന്തെങ്കിലും മോശം അല്ലെങ്കിൽ സെറ്റിൽ ഒരു തലവേദന ഉണ്ടാക്കി പറഞ്ഞ കേട്ടിട്ടുണ്ട്. ദുൽഖർ എന്ന് പറഞ്ഞ് മമ്മൂട്ടിക്ക് ഒരു മോനുണ്ട്, എന്തെങ്കിലും പ്രശ്നം, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുറേ പിള്ളേരുണ്ട് നല്ല പയ്യന്മാർ, ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സിനിമയിലൊരു ഭാവി ഉണ്ടാകണം എന്ന് നടക്കുന്ന എത്രയോ നല്ല ആൾക്കാരുണ്ട്. അതിനിടയിൽ ഇതുപോലെ 3-4 കൂതറകൾ ചത്തുകയാലും പോട്ടെന്നേ ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇങ്ങനെയുള്ള ദ്രോഹികൾ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുമെന്ന് പറയുന്ന പോലെ വളർത്തി കൊണ്ട് ഈ അവസാനം ഒരു ദിവസം തീരും. പക്ഷേ അവിടെയും എനിക്കുള്ളൊരു എതിർപ്പ് എന്താണെന്നറിയാം. ഉണ്ണികൃഷ്ണൻ്റെ ലഹരി എന്ന് പറഞ്ഞ സിനിമയാണ്, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനാണ്. അയാൾക്ക് ഈ ആളുകൾ 10 പേര് തള്ളക്കി വിളിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. ട്രേഡ് യൂണിയൻ നേതാവ് എന്ന് പറഞ്ഞ ലഹരിയാണ് അയാൾക്ക്. പെന്തക്കോസ് ആകുന്നതിന് മുമ്പ് മദ്യപിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ പെന്തക്കോസ് ആയ ശേഷമാണ് ഞാൻ പരിചയപ്പെടുന്ന സിബി മലയിൽ. അയാൾ ഫെഫ്കയുടെ ചെയർമാനാണ്. ഈ 2 പേരും പരസ്യമായി എതിർക്കുന്നു. സെറ്റുകളിൽ ഷാഡോ പോലീസ് വരാൻ പാടില്ല, സെറ്റുകളിൽ റെയ്ഡ് ചെയ്യാൻ പാടില്ല, എക്സൈസ് വരാൻ പാടില്ല. അതെനിക്ക് മനസ്സിലാവണില്ല. ഇവർ 2 പേരും എന്തിനാണ് ഈ വലിക്കാത്തവന്മാർ? എനിക്ക് തോന്നുന്നു ഇവർ വിചാരിക്കുന്നതേ നമ്മളൊക്കെ മതി സിനിമയിൽ, മറ്റവന്മാർ വലിച്ച് ചാവട്ടെ എന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ആലോചിക്കുക, ഉണ്ണികൃഷ്ണൻ എന്തിനാണ് എതിർക്കണേ? മലയാള സിനിമാ രംഗത്ത് ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് ഷാഡോ പോലീസ് വരാൻ പാടില്ല എന്ന് അയാൾ എന്തിന് ശടിക്കുന്നു എന്ന് എനിക്കറിയില്ല. കഴിക്കാത്ത ആളാണ് അയാൾ. അയാൾക്ക് വേറെ ഒരു ലഹരിയില്ല. ഇപ്പം എൻ്റെ പേരിൽ 2 കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഉള്ളതല്ലേ പറയാവൂ. അയാൾക്ക് സിനിമയാണ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയനാണ് അയാളുടെ ലഹരി. മറുവശത്ത് സിബി മലയിലെന്ന് പറഞ്ഞാലും അതുപോലെയാണ്. അയാൾക്ക് വായനയും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടക്കുന്നത്, അതാണ് ലഹരി. പക്ഷേ അവർ 2 പേരാണ് എതിർക്കുന്നത്. സെറ്റുകളിൽ ഞങ്ങൾ 4 സെറ്റുകളിൽ വിളിച്ചു പറഞ്ഞാൽ പോലെ ഇന്ന് മറ്റവൻ്റെ പടം ഇന്ന് തുടങ്ങുന്നുണ്ടേ, നാളെ ഉച്ച കഴിഞ്ഞ് വന്നാൽ അത് വലിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അപ്പം പൊക്കി 4 പടത്തിൻ്റെ സെറ്റിൽ നിന്ന് അവരെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ മലയാള സിനിമ ക്ലീൻ ആക്കാം. പക്ഷേ ഉണ്ണികൃഷ്ണൻ സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ മനസ്സ് വിചാരിക്കായിരിക്കും, അവനൊക്കെ വലിച്ച് ചാവട്ടെ എന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും സിനിമയുടെ ഒരു പ്രൈവസി പോകണ്ടെന്ന് വിചാരിച്ചിട്ടു. അത് ശരിയല്ല. സിനിമ മൊത്തത്തിൽ ആൾക്കാരുടെ മുന്നിൽ ലഹരി ഉപയോഗിക്കുന്നവന്മാരുടെ മേഖലയാണെന്ന് പറയുന്ന ആ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ വലിക്കുന്ന ന്യൂനപക്ഷത്തിന് പിടിച്ച് അകത്തിട്ടാൽ സംഭവം തീരും. അല്ലാതെ സിനിമ നന്നാക്കാൻ വേണ്ടിയൊന്നും അല്ല ഇത് പറയണമെന്ന് ഞാൻ പറഞ്ഞു. സിനിമയിലെ ലഹരി ഉപയോഗത്തെപ്പറ്റി, ആ ലഹരി ഉപയോഗം തടയുന്നതിനെ പറ്റിയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളായിരുന്നു ശാന്തിവിള ദിനേശ് മുമ്പോട്ട് വെച്ചത്. ഷാഡോ പോലീസ് അടക്കം സെറ്റുകളിലേക്ക് എത്തുന്നതിനെ എതിർക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ്റെയും സിബി മലയിലിൻ്റെയും ഒക്കെ നിലപാടും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്.